ഹായ് വിവിധ. സോറി, എൻ്റെ നെറ്റ്വർക്ക് ചെറിയ ഇഷ്യൂ കാരണം ഒന്ന് ഡിസ്കണക്ട് ആയിപ്പോയി. എല്ലാവരും വന്നു പോയോ? ആരെയും കാണാനില്ല, വിവിധ മാത്രമേ ഉള്ളൂ. ശബ്ദം കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹായ് പവിത്ര. ആരും എത്തിയില്ല. എനിക്ക് ആരുമില്ലല്ലേ? ഇനി ശബ്ദം കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സിഗ്നൽ തരാൻ പറ്റുമോ? ഞാൻ വൈശാഖ്. എയർഫോഴ്സിലാണ് ജോലി ചെയ്തത്. ഇന്ത്യൻ എയർഫോഴ്സിലാണ്. ഇപ്പോൾ രാജസ്ഥാനിലാണ് പോസ്റ്റിംഗ്. നാട് മലപ്പുറം തിരൂരാണ്. ഞാൻ അധികം ആരും എത്തിയിട്ടില്ലല്ലോ. 1 2 3 4 5 പേര്. സിനിമ ഡയലോഗാണ് ഇന്നത്തെ. ആക്ച്വലി എൻ്റെ ഹായ് ജയശ്രീ. ഇന്നത്തെ എൻ്റെ വിഷയം. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു വെറുതെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് ക്വിസിന്റെ ഭാഗമായിട്ടുള്ളതല്ല, വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. മത്സരത്തിന്റെ അവസാനം നിങ്ങൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളെ മറികടക്കുന്നു. അങ്ങനെയെങ്കിൽ മത്സരത്തിൽ നിങ്ങളുടെ സ്ഥാനം എന്തായിരിക്കും? അവസാനത്തെ നിങ്ങളുടെ സ്ഥാനം എന്തായിരിക്കും? ഹായ് അജിത്. എന്റെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാരണം 2-3 തവണ ഡിസ്കണക്ട് ആയിപ്പോയി. സോറി. ഒരു ഉത്തരം മാത്രമേ കണ്ടുള്ളൂ. വേറെ അജിത്ത് സെക്കൻഡ് പറഞ്ഞു. ഹായ് ബിന്ദു. എന്റെ പൊന്നോ, ഇനി മുതൽ കൂട്ടക്ഷരങ്ങൾക്ക് സൈനിക സുരക്ഷ. എന്നെ കൊല്ലോ. വിവിധ ഫസ്റ്റ് പറഞ്ഞു, അജിത്ത് സെക്കൻഡ് പറഞ്ഞു. ജയശ്രീ സെക്കൻഡ്. സുമേഷ് മണക്കുളം സെക്കൻഡ്. ഹലോ ഫർസാന നൗഫൽ. പവിത്ര ഒന്ന് ഓടുന്നതൊക്കെ നല്ലതാ. ഓട്ട മത്സരം വയ്യ. മത്സരിക്കണ്ട, ഓടിയാ മതി. റീസ നിഷാദ് വെൽക്കം. അജിത് വല്ലോലി ഹായ്. അപ്പോ ആക്ച്വലി ഉത്തരം സെക്കൻഡാണ്. നിങ്ങളുടെ അവസാനത്തെ സ്ഥാനം. അജിത്ത് അത് ആദ്യം പറഞ്ഞു. ആക്ച്വലി ഇതിന് പോയിന്റ് ഒന്നുമില്ല. നല്ലത് കുറച്ചാൾ വന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇതൊരു ഡയലോഗാണ്. ഇത് പറയുന്ന കഥാപാത്രം എന്താണ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. നമുക്ക് ചോദിച്ചു പോവാം. എന്റെ പൊന്നു ഫർസാന നൗഫൽ, സിനിമ ഡയലോഗാണ് ടോപ്പിക്.
ഇത് പറഞ്ഞ കഥാപാത്രം എന്താണ് അന്വേഷിക്കുന്നത്? ഒരു സിനിമയിലെ ഡയലോഗാണ്. നമുക്ക് ചോദിച്ചു പോവാം. ബ്രീസ വഴി പറഞ്ഞു. കഥാപാത്രം അന്വേഷിക്കുന്നത് എന്താണെന്നാണ്. അജിത് മോഹൻലാൽ പറഞ്ഞു. അജിത് രാജ് വഴി പറഞ്ഞു. ബ്രീസ വഴി പറഞ്ഞു, ആദ്യം പറഞ്ഞിരിക്കുന്നു. ബിന്ദു രാജേഷ് വീടിരിക്കുന്ന സ്ഥലം. ജയശ്രീ ജോൺ തഹസീൽദാറിന്റെ വീട്. അജിത് വെള്ളോളി കോട്ടപ്പുറം ബ്രാൻഡി ഷോപ്പ്. സാഗർ കോട്ടപ്പുറം ബ്രാൻഡി ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. അഞ്ജു രഞ്ജിമ തഹസീൽദാറിന്റെ വീട് പറഞ്ഞു. ഇനി ആരെങ്കിലും ഉത്തരവുണ്ടോ? പോയിന്റ് ആര് കൊടുക്കണേന്ന് പവിത്ര പറയുന്നുണ്ട്. ആർക്കാ പോയിന്റ് കൊടുക്കേണ്ടത്? ആക്ച്വലി ചോദിച്ചു പോകുന്നത്, ഉത്തരം പറയണേ, ചോദിച്ചു പോകുന്നത് തഹസീൽദാറിന്റെ വീടാണ്. ജയശ്രീ ആദ്യം പറഞ്ഞു, രണ്ടാമത് അഞ്ജു പറഞ്ഞു. എനിക്ക് അങ്ങനെ കാണുന്നത്. ഫസ്റ്റ് പോയിന്റ് നിന്ന് ജയശ്രീക്കാണ്. സാബിറ ലത്തീഫ് വെൽക്കം. ജയശ്രീക്ക് പോയിന്റ് കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഇനി ഇത് സിനിമയുടെ ഉള്ളിലുള്ള ഒരു കഥയാണ്. ആ കഥ എഴുതിയത് ആരെന്നാണ് ചോദ്യം. ഒരു സിനിമയുടെ ഉള്ളിലുള്ള കഥയാണ്, അത് എഴുതിയത് ആര് എന്നാണ് ചോദ്യം. ആ കഥയുടെ പേര് ചിറകൊടിഞ്ഞ കിനാവുകൾ. കഥ എഴുതിയത് ആര്? ആ എഴുതിയ കഥാപാത്രത്തിന്റെ പേരാണ് ചോദിക്കുന്നത്. ചിറകൊടിഞ്ഞ കിനാവുകൾ. നിങ്ങളോട് മിണ്ടാൻ പാടില്ലെന്ന് വിവിധ ജയശ്രീയോട് എപ്പോഴാ പറഞ്ഞ്? ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യാം പവിത്ര. അജിത് രാജ് അംബുജാക്ഷൻ, ഫർസാന ശ്രീനിവാസൻ, ബ്രീസ അംബുജാക്ഷൻ, അശ്വതി അംബുജാക്ഷൻ, അജിത് വള്ളോളി അംബുജാക്ഷൻ. ഫർസാന കഥാപാത്രത്തിന്റെ പേരാണ് ചോദിക്കുന്നത്. കഥാപാത്രം അവതരിപ്പിച്ച നടൻ ആരെന്നല്ല. ബിന്ദു രാജേഷ്, സലീം കുമാർ, ജയശ്രീ അംബുജാക്ഷൻ. അഞ്ജു രഞ്ജിമ എന്തൊരു ആളാ. എഴുതിയത് ഞാനാ, വന്നിട്ട് മറച്ചു വെച്ചത്. മഞ്ജു അംബുജാക്ഷൻ. അപ്പൊ ഉത്തരം പറയണേ. സാബിറ ലത്തീഫ് അംബുജാക്ഷൻ. അംബുജാക്ഷൻ ആണ് കഥാപാത്രത്തിന്റെ പേര്. ആദ്യം പറഞ്ഞത് അജിത് രാജ് എന്നാണ് എനിക്കിവിടെ കാണുന്നത്. അപ്പോ അജിത് രാജിന് ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നു. 2 ചോദ്യം കഴിഞ്ഞപ്പോൾ ജയശ്രീക്കും അജിത്തിനും ഓരോരോ പോയിന്റ് ഉണ്ട്. ഇനി ഈ ചോദ്യത്തിന്റെ ക്ലൂ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്ത ചോദ്യം, കാലത്ത് എഴുന്നേറ്റ് ഉടനെ സുപ്രഭാതം വെക്കണോ, ഉച്ചയായിട്ട് പോരെ? ഇത് പറഞ്ഞ കഥാപാത്രമാര്? സുനന്ദ മഹേഷ് വെൽക്കം. കാലത്ത് എഴുന്നേറ്റ് ഉടനെ സുപ്രഭാതം വെക്കണോ, ഉച്ചയായിട്ട് പോരെ? ഇത് പറഞ്ഞ കഥാപാത്രം ആര്? കഥാപാത്രമാണ്, കഥാപാത്രത്തെ അവതരിപ്പിച്ച ആളല്ല ചോദ്യം. സുനന്ദ മഹേഷ് വന്നു. ഇനി ഇരിക്കാം.
റീസ നിഷാദ് ജോസഫ്, പവിത്ര ഉണ്ണി, കെ ജോസഫ്, റീസ ജോസഫ് വിയറ്റ്നാം കോളനി, അജിത് രാജ്, കെ ജോസഫ്, കാലത്ത് എഴുന്നേറ്റ് ഉടനെ സുപ്രഭാതം വെക്കണോ, ഉച്ചയായിട്ട് പോരെ? ഇതാണ് ഡയലോഗ്. ക്ലൂ ആദ്യം തന്നു രഞ്ജിമ, ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്ഷനിലുണ്ട് ക്ലൂ. ഫർസാൻ എന്ത് പറ്റി? ഹോസ്പിറ്റൽ അഡ്മിഷൻ അവൻ? ബിന്ദു ഒരു 10-30 സിനിമയുടെ കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-30 സിനിമ കാണാൻ നേരം ഉണ്ടാവുമോ? അങ്ങനെ ചോദിക്കും ജയശ്രീ. ഒന്ന് പോയ ഇത്രയും ഫേമസ് ആയ ചോദ്യങ്ങൾക്ക് ഇനി ക്ലൂ തരാത്ത കുഴപ്പമേ ഉള്ളൂ എന്ന്. അപ്പോ ഉത്തരം പറയാണ്. 2-3 പേര് പറഞ്ഞു. ബ്രീസ ആദ്യം പറഞ്ഞു, ജോസഫ് വിയറ്റ്നാം കോളനി. പവിത്ര സെക്കൻഡ്, കെ ജോസഫ് പറഞ്ഞു. ബ്രീസയ്ക്ക് പോയിന്റ് കൊടുക്കണേ. ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഫർസാന ടേക്ക് കെയർ. ഡയറ്റൊക്കെ ഡോക്ടർ പറഞ്ഞ പോലെ എടുക്കുക, മരുന്ന് കഴിക്കുക. ചീജ നാരായണൻ വാച്ചിങ്. ശരി ബ്രീസ, കൊടുത്തിരിക്കുന്നു. ഞാൻ അടുത്ത ചോദ്യം. ഇത് പറഞ്ഞ കഥാപാത്രം ആര്? വേലക്കാരി ആയിരുന്നാലും നീയൻ മോഹവല്ലി. വേലക്കാരി ആയിരുന്നാലും നീയൻ മോഹവല്ലി. നിലവിലെ 3 ചോദ്യം കഴിഞ്ഞപ്പോൾ പോയിന്റ് നില ജയശ്രീ 1 പോയിന്റ്, അജിത് ജാജ് 1 പോയിന്റ്, ബ്രീസ 1 പോയിന്റ്. ബിന്ദു രാജേഷ്, കഥാപാത്രത്തിന്റെ പേരാണ് ചോദ്യം, നടന്റെ പേരല്ല. ബിന്ദു രാജേഷും അജിത് രാജും ജഗതി പറഞ്ഞു. ജയശ്രീ ഗോപാലകൃഷ്ണൻ, ഷിജു ജോൺ, ജയകൃഷ്ണൻ മേലെപ്പറമ്പിൽ ആൺവീട്. കഥാപാത്രത്തിന്റെ പേരാണ് ചോദ്യം ജയശ്രീ. പവിത്ര ഉണ്ണി, ജയകൃഷ്ണൻ. അജിത് വള്ളോളി, ജയകൃഷ്ണൻ. ബ്രീസ എന്തോ ഒരു കൃഷ്ണനാണ്. അജിത് രാജിന് ഇപ്പൊ ഓർമ്മ എന്ന് തോന്നുന്നു. ജയകൃഷ്ണൻ. കെട്ടിയവന്റെ പേര് ഓർമ്മയില്ലാത്ത ബിന്ദു രാജേഷ് പറവൂർ. പേരിലുള്ള പിന്നെ രാജേഷ് പറവൂർ ആണ്. ആരാണാവോ? പവിത്ര ഉണ്ണിക്ക് ബാക്കി എല്ലാവരും ഓർമ്മയുണ്ട്. വിജയരാഘവൻ, ഗോപികൃഷ്ണൻ, ജയറാമിന്റെ പേര്. ഷിജു ജോബു ആണ്, ജോൺ അല്ലാട്ടോ. ഓക്കെ, അപ്പൊ ഉത്തരം ജയകൃഷ്ണനാണ്. ഷിജു ജോബു ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഷിജു ജോബുവിന് ഒരു പോയിന്റ്. അടുത്ത ചോദ്യം. ഇതിനെല്ലാവരും ഉത്തരം പറയേണ്ടതാണ്. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഓരോ മണ്ടയ്ക്ക് അടി വരണം. അടുത്ത ചോദ്യം ചോദിക്കുകയാണേ. എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്നവർ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? ചില ദിവസം എനിക്ക് തോന്നാറുണ്ട്, എന്താ പറയാ, ചോദ്യം കേൾക്കുന്നതിന് മുമ്പ് ഉത്തരം വരാറുണ്ടെന്ന്. ഇന്ന് പക്ഷെ കുറച്ച് സമയം എടുത്തിട്ടാണ് ഉത്തരങ്ങളൊക്കെ വരുന്നത്. ടൈപ്പ് ചെയ്യാണ്ടിരിക്കുന്ന സമയം കൊണ്ടായിരിക്കണം. ദീപിക അജിത്തും ദിവ്യ ശ്രീകുമാരും വന്നു. കയറിയിരിക്കൂ. ജയശ്രീ അപ്പുക്കുട്ടൻ, അജിത് വള്ളോളി അപ്പുക്കുട്ടൻ, അജിത് രാജ് അപ്പുക്കുട്ടൻ, ബ്രീസ അപ്പുക്കുട്ടൻ,
അഞ്ജു രഞ്ജിമ അപ്പുക്കുട്ടൻ, പവിത്രൗണ്ണി അപ്പുക്കുട്ടൻ, ബിന്ദു രാജേഷ് പറവൂർ അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടൻ എന്നല്ലാത്തൊരു ഉത്തരം ഇല്ലേ? സിന്ധു ശശീന്ദ്രൻ, അജിത് രാജ്, ദിവ്യ ശ്രീകുമാർ, ഷിജു ജോഗു ഹരിഹർ നഗർ. സിനിമയല്ല ഷിജു, കഥാപാത്രം. ലേറ്റ് ആയിട്ട് 5 ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ ദീപിക, ഇനിയും സമയമുണ്ട്. അഞ്ജുവിന് ഒരു ചിൽഡ് നാരങ്ങ സോഡ കൊടുക്കൂ, ആരെങ്കിലും പോവുക അത്രേ. അപ്പൊ ഉത്തരം നമ്മുടെ അപ്പുകുട്ടനാണ്, എല്ലാവർക്കും അറിയുന്നു തോന്നുന്നു. ജയശ്രീ ഇന്ന് 2 പോയിന്റ് അടിച്ചിരിക്കുകയാണ്. 5 ചോദ്യം കഴിഞ്ഞപ്പോ ജയശ്രീക്ക് 2, അജിത്തിന് 1 പോയിന്റ്, ബ്രീസയ്ക്ക് 1 പോയിന്റ്, ഷിജുവിന് 1 പോയിന്റ്. അടുത്ത ചോദ്യം ഇതും വളരെ എളുപ്പമായിരിക്കും. അജിത്ത്, അത് ആക്ച്വലി നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും സെർവറിൽ എത്തുമ്പോഴേക്കിന് ചിലപ്പോൾ വേറെ ആരെങ്കിലും ഉത്തരം വന്നിട്ടുണ്ടായിരിക്കും. മറ്റൊരാളുടെ സ്ക്രീനിൽ നിന്ന് കാണുമ്പോഴേ അത് ആദ്യം ആരാണ് അയച്ചിട്ടുണ്ടെന്ന് അറിയുള്ളൂ. ചില ദിവസം എനിക്കും വരാറുണ്ട് ഇങ്ങനെ. അടുത്ത ചോദ്യം. കോട്ടും സൂട്ടും ധരിച്ച് ഒരു വിറക് കൊള്ളിയും കടിച്ചു പിടിച്ച് 4 അണയ്ക്ക് കൊള്ളാത്ത ലൊടുക്ക് കാറിൽ ഇരുന്നാൽ ആരും സായിപ്പാവില്ല. ഇത് പറഞ്ഞതാര്? നമ്മുടെ സുനന്ദമായി ശിശുക്ക് വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. എവിടെ? ബ്രീസ പറഞ്ഞ ആളുടെ കഥാപാത്രത്തിന്റെ പേരാണ്. ബ്രീസ ജഗതി, അജിത് വല്ലോളി നാരായണൻ, അജിത് രാജ്, ഇന്നസെന്റ്, കിട്ടുണ്ണി, ജയശ്രീ കിട്ടുണ്ണി, ഷിജു, അപ്പുണ്ണി കിലുക്കം. അപ്പുണ്ണി ആരാ കിലുക്കത്തിൽ? ദീപിക, ജഗതി ശ്രീകുമാർ, പവിത്രൗണ്ണി, ജഗതി താളവട്ടം. ഒരു കയ്യടി കൊടുക്കുക അവിടെ. റീസ നാരായണൻ, ഷിജു കിട്ടുണ്ണി, ജിഷ കിട്ടുണ്ണി, സിന്ധു ശശീന്ദ്രൻ, ശ്യാമളയോ? അതേരാ? ജിഷ ഇന്നസെന്റ്, പവിത്രൗണ്ണി, കിട്ടുണ്ണി. ഏത് കിട്ടുണ്ണിന്ന്? കിട്ടുണ്ണിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ജയശ്രീ? ഓ, കുട്ടുണ്ണിയാണല്ലേ, സോറി. അതെ, അത് പറഞ്ഞു കൊടുത്തു ജയശ്രീ. വേറെ ഡയലോഗാണ് സോമനോട് പറയുന്നത്. അപ്പൊ ഉത്തരം ആദ്യം പറഞ്ഞത് അജിത് രാജ് ആണ് എന്റെ സ്ക്രീനിൽ. അജിത്തിന് 2 പോയിന്റായി. അജിത്തും ജയശ്രീയും ഇപ്പോ തുല്യ ശക്തികളാണ്. ബാക്കി 2 പേര് ജയശ്രീ, ബ്രീസ, ഷിജു ഓരോ പോയിന്റ്. ഇനി ഒരു ഡയലോഗ് അല്ല, ഒരു ഓഡ് വൺ ഔട്ടാണ്. 4 സിനിമകളുടെ പേര് പറയും, അതിൽ ഓഡ് വൺ ഏതാന്ന് പറയണം. കുറച്ച് എളുപ്പമുള്ള 2 ചോദ്യം ചോദിച്ചുകൊണ്ട് കുറച്ചൊരു അത്ര എളുപ്പമല്ലാത്ത, മീൻസ് അത്ര ടഫല്ല ഒരു ചോദ്യം ചോദിക്കാം. 4 സിനിമകൾ പറയാം, അതിൽ ഓഡ് വൺ ഔട്ട്. ഓഡ് വൺ പറയുന്ന ആള് ആക്ച്വലി എന്തുകൊണ്ട് എന്നുള്ള കാരണം പറയണം. അത് ടൈപ്പ് ചെയ്യാൻ പിന്നെ വേണമെങ്കിൽ സമയം എടുക്കാം. 4 സിനിമകൾ ഇതാണ്: കാക്കക്കുയിൽ, കിലുക്കം, യോദ്ധ, അഭിമന്യു. ഈ 4 സിനിമകളിൽ ഓഡ് വൺ ഏതാണെന്ന് പറയണം. അജിത് രാജിന് പോയിന്റ് കൊടുത്തു ജയശ്രീ പറഞ്ഞ സ്ഥിതിക്ക്. അജിത്തും ജയശ്രീയും മാറി ഇന്ന് കുറച്ചു നേരം സംസാരിച്ചു വരും. അതെ അതെ അതെ, അവർ വേണമെങ്കിൽ ചായ കുടിച്ചിട്ട് വരട്ടെ. ഷിജു യോദ്ധ, അജിത് വല്ലോളി യോദ്ധ, അജിത് രാജ് യോദ്ധ,
യോദ്ധ, ജയശ്രീ യോദ്ധ, അജിത് രാജ് ഡയറക്ടർ ഡിഫറെൻറ്റ്, അജിത് വള്ളോളി ബാക്കിയെല്ലാം പ്രിയദർശൻ, അഞ്ജു രഞ്ജിമ കാക്കക്കുയിൽ, ദീപിക അജിത് യോദ്ധ. പവിത്രണ്ണി വെറൈറ്റി ഉത്തരം വന്നിട്ടുണ്ട്. അഭിമന്യു ജഗതിയില്ല. അജിത് രാജ്, സംഗീത് ശിവൻ ആൻഡ് പ്രിയദർശൻ, ഷിജു ജോബ് യോദ്ധ വെച്ചെല്ലാം പ്രിയദർശൻ മൂവീസാണ്. റീസ ബാക്കിയെല്ലാം പ്രിയദർശൻ. ഓക്കെ, അപ്പോൾ ഓഡ് വൺ യോദ്ധയാണ്. ഫസ്റ്റ് ഉത്തരം പറഞ്ഞത് ഷിജു ജോബു ആണ്. എല്ലാവർക്കും ആക്ച്വലി കുറച്ചു കാലം മുമ്പ് വരെ എൻ്റെ വിചാരം അത് പ്രിയദർശന്റെ പടമായിരുന്നു എന്നാണ്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാം. അഞ്ജു രഞ്ജിമ കാക്കക്കുയിൽ ഞാനത് തിയേറ്ററിൽ കണ്ട പടമാണ്, അതുകൊണ്ടാ ഓട്. വളരെ കറക്റ്റാണ്. അപ്പൊ ഷിജു ജോബുവിന് ഇതിൽ പോയിന്റ് കൊടുത്തു. ഫസ്റ്റ് ഉത്തരം പറഞ്ഞത് ഷിജു ആണ് എന്റെ സ്ക്രീനിൽ വന്നത്. ഷിജു ജോബുവിന് പോയിന്റ് കൊടുത്തു. ഇപ്പോൾ ജയശ്രീ, അജിത് രാജ്, ഷിജു ജോബു 2 പോയിന്റ്, ബ്രീസ 1 പോയിന്റ്. അപ്പൊ ഞാൻ ഇത് കുറച്ച് അത്ര ഈസി അല്ലാന്ന് വിചാരിച്ച ചോദ്യം വളരെ സിമ്പിൾ ആണെന്ന് മനസ്സിലായി. ഞാൻ മാക്സിമം സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉത്തരം പറയുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്നാല് കുറച്ച് സിമ്പിൾ അല്ലാത്ത ചോദ്യം തരാം. 4 സിനിമകളുടെ പേര് പറയാം, അതിൽ ഓട് ഏതാന്ന് പറഞ്ഞാൽ മതി. മഞ്ഞ് ആക്ച്വലി ഇതിൽ ഓട് 2-3 റീസണിൽ കണ്ട് അത് ഓടാണ്. അതേ ഉത്തരം 2-3 റീസൺ കൊണ്ട് ഓടാണ്. അതിൽ ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ മതി. മഞ്ഞ്, അസുരവിത്ത്, 4 കെട്ട്, കടവ്. മഞ്ഞ്, അസുരവിത്ത്, 4 കെട്ട്, കടവ്. 4 സിനിമകളാണ്. ഇതിൽ ഓട് ഏതാന്ന് പറയാം. അഞ്ജു രഞ്ജിമ ഇനി കാണാത്ത സിനിമകള് കുറെ ഉണ്ടായിരിക്കില്ല. അപ്പോ ജീസ് കൈതാരം ഞാനിപ്പോ വന്നതല്ലേ, അതാ ലേറ്റ് ആയി പോയി. അജിത് വള്ളോളി കടവ്, ദീപിക അജിത് കടവ്, വിവിധ കടവ്. റീസൺ പറയണം. അജിത് വള്ളോളി ബാക്കിയെല്ലാം എംടി. അപ്പൊ കടവാറാ സിനിമയാണ്, നോവല് കഥയൊന്നുമല്ല, സിനിമയാണ് പറഞ്ഞത്. അജിത് രാജ് കടവ്, അജിത് വള്ളോളി കടവ്, ജയശ്രീ കടവ്. റീസൺ വരട്ടെ. ബിന്ദു രാജേഷ് അസുരവിത്ത്, ബ്രീസ അസുരവിത്ത്, അജിത് രാജ് എംടി. അസുരവിത്ത് എംടിയുടെ അല്ലേ ബിന്ദു? നാലുകെട്ട് അവിടെ ഇല്ല. സോറി, 4 കെട്ട് ഉണ്ട്. പക്ഷെ റീസൺ വരുമോ? റീസൺ വരട്ടെ. അസുരവിത്ത് ആസിഫിന്റെ അല്ലേ? 5-5 ഒരു ട്രോഫി കൊടുക്കേ. കടവ് എംടി ഡയറക്ട് ചെയ്തു. രാജേഷ് കടവ് എംടി ഡയറക്ട് ചെയ്തു. ജയശ്രീ ബാക്കിയെല്ലാം എംടിയുടെ കഥകൾ തന്നെ എംടി സിനിമയാക്കി. കടവ് വേറെ ആളുടെ കഥയാണ്. ഓക്കെ. ദീപിക അജിത്ത് കടവ് എംടി എഴുതിയതല്ല. ഗ്രൂപ്പ് മാറിയോ? ജയശ്രീ ജോൺ. ബിന്ദു രാജേഷ് അസുരവിത്ത് സിനിമ ഉണ്ട്. അസുരവിത്ത് എംടിയുടെ സിനിമയല്ല എന്ന് ജീസ് പറയുന്നു. ഓക്കെ, ഇത്
ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാല് എല്ലാം MTയുടെ എഴുത്താണെങ്കിലും കടവ് എഴുതിയത് SK പൊറ്റക്കാടാണ്. SK പൊറ്റക്കാടിന്റെ ചെറുകഥയുടെ ബേസിൽ എടുത്തതാണ് കടവ് സിനിമ. കടത്തുതോണി എന്ന കഥയാണ് സിനിമയാക്കി എടുത്തത്. പിന്നെ വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ മഞ്ഞും മസ്രവിത്തും നാലുകെട്ടും എല്ലാം നോവലുകളാണ്, കടവ് ചെറുകഥയാണ്. ഇതിൽ ആക്ച്വലി അജിത്ത് വള്ളോളിയും MTയുടെ അല്ലാന്ന് പറഞ്ഞു. പിന്നെ അത് ജയശ്രീ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പൊ ഇക്കാര്യത്തിൽ ആക്ച്വലി വേണമെങ്കിൽ രണ്ടാക്കും പോയിന്റ് കൊടുക്കണോ അതോ ആദ്യം പറഞ്ഞ അജിത്തിന് മാത്രം പോയിന്റ് കൊടുത്താൽ മതിയോ? അമ്പയറുടെ തീരുമാനം അന്തിമമായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയണ്ടോ? ജിഷ റിജോ, AK സാജൻ രചനയും സംവിധാനം നിർവഹിച്ച് 2012 പുറത്തിറക്കിയ മലയാള ചിത്രമാണ് അസ്രവിത്ത്. കറക്റ്റ്. പവിത്ര അല്ലെങ്കിൽ ഇപ്പൊ മിണ്ടാതിരിക്കുന്ന സുനന്ദ പറയൂ, ആർക്ക് പോയിന്റ് കൊടുക്കാം? അജിത്ത് വള്ളോളിക്ക് കൊടുക്കണോ അതോ ജയശ്രീക്ക് കൊടുക്കണോ അത് രണ്ടാം കൊടുക്കണോ? അജിത്ത് ഫസ്റ്റ്. അപ്പൊ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് നമ്മൾക്ക് അജിത്ത് വള്ളോളിക്ക് പോയിന്റ് കൊടുക്കാം. അപ്പൊ പോയിന്റ് നിലയിൽ പോയിന്റ് ടേബിളിലേക്ക് ഒരാളുടെ കൂടി പേര് ചേരുന്നു. ഇനി ഇത് ചോദ്യങ്ങൾ കേൾക്കാത്ത ആരുണ്ടായിരുന്നവിടെ? റംഷീനെയാണോ? ഫർസാന നഫർ ഇന്ന് അജിത്തിന് വള്ളോളിക്ക് പോയിന്റ് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഫർസാനൊന്നും ഉത്തരം പറയുന്നില്ലല്ലോ. ജീസ് ഖൈത്തറ ശരിയാണ്, നാലുകെട്ട് സിനിമയല്ല. ഇനി ഈ ഡയലോഗ് ആരോടാണ് പറയുന്നത് എന്നാണ് ഉത്തരം പറയേണ്ടത്. ഈ ഒരു ഡയലോഗ് പറയും, അതിൽ ഞാൻ ഒരു ഇടയിലുള്ള പേര് വിട്ടുകളയും. ആരോടാണ് പറയുന്നതെന്നാണ് ചോദ്യം. വിമിത ഇടപെടണോ? വല്ല മുടയെങ്ങാനും കണ്ട ഇടപെട്ടേക്ക്. ജിസ് കൈതരം കടവാണ് ഉത്തരം. അത് ജയശ്രീ പറഞ്ഞു. SK പൊറ്റക്കാടിന്റെ കഥയാണ്. പിന്നെ അജിത്ത് വള്ളോളി പറഞ്ഞു അത് MTയുടേതല്ല. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഈ ഡയലോഗ് ആരോട് പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. പുതിയ സോളമന്റെ തോട്ടങ്ങൾ അതിനേക്കാൾ ബെറ്ററാണ്. ഒരു ദിവസം ഒരു പേരുണ്ട്, അതിന് വിട്ടുപോയി, ഞാൻ അവിടെ കൊണ്ടുപോവാം. ആരെയാണ് കൊണ്ടുപോകുന്നത്? അതായത് ആരോടാണ് ഈ ഡയലോഗ് പറയുന്നത്? ഓക്കെ ഫർസാന, ഓക്കെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട്. ആക്ച്വലി എന്റെ വൈഫൈ ഇന്ന് കണക്ട് ആയിട്ടില്ല. എന്റെ 2 തവണ ഡിസ്കണക്ട് ആയതിനു ശേഷമാണ് ഇപ്പൊ ഞാൻ മൊബൈലിറ്റിലേക്ക് വന്നത്. 2 തവണ എന്റെ വൈഫൈ ഡിസ്കണക്ട് ആയി. ജയശ്രീ ജോൺ സോഫിയയോട്, അജിത് രാജ് സോഫി, ബ്രീസ സോഫിയ, ദീപിക സോളമൻ സോഫിയയോട്, പവിത്രണ്ണയുടെ ഒരു ഫേവർ ആണെന്ന് തോന്നുന്നു ജയശ്രീ പറഞ്ഞോട്ടെ. ജയശ്രീ ഇന്ന് പുതിയ ആളെ അപ്പോയിന്റ് ചെയ്ത് തോന്നുന്നല്ലോ. നിങ്ങൾക്ക് തന്നെ ജീസ് കൈതരം സോഫിയ ജയശ്രീ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അജിത്ത് വള്ളോളി സോഫിയ, ബിന്ദു രാജേഷ് ഇന്ന് ഞാൻ ജയശ്രീക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. സോഫിയോട് സോളമൻ, ജീസ് കൈതാരം, അജിത്ത് വള്ളോളി. ഇതായിരുന്നു അല്ലേ? ടോവിനെ അറിഞ്ഞില്ല, ആരും പറഞ്ഞതുമില്ല. അജിത്ത്, ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞതിൽ അഭിമാനിക്കുന്നു. ഞാനല്ലേ ആദ്യം ചോദിക്കുന്നുണ്ട്. ആക്ച്വലി എന്റെ അടുത്ത് ആദ്യം സോഫിയ ഒക്കെ വന്നത് ജയശ്രീയാണ്. ഇപ്പൊ ഇത്രയും പേര് പറഞ്ഞ സ്ഥിതിക്ക് ഉത്തരം പറയാണ്. സോഫിയാണ്, ജയശ്രീയാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് അജിത് രാജും മൂന്നാമത് ബ്രീസയും. എനിക്കിവിടെ 5G ഒക്കെ കാണിക്കുന്നുണ്ട്, നെറ്റ്വർക്ക് കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് വന്നത് ജയശ്രീയാണ് ഇവിടെ. ഇനി ഇപ്പൊ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും വളരെ സിമ്പിൾ ആയിട്ടാണ് ഉത്തരങ്ങൾ എല്ലാവർക്കും കിട്ടുന്നതെന്ന് മനസ്സിലായി.
എന്നാൽ കുറച്ചും കൂടി ടഫായിട്ട് ചോദ്യം ചോദിക്കാം. പക്ഷെ ഉത്തരം വളരെ സിമ്പിളാണ്. ഞാനൊരു സിനിമയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ തരും. അത് ഓരോന്നും ഓരോരോ ക്ലൂ ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. നിങ്ങൾ എപ്പോൾ ഉത്തരം കിട്ടുന്നു അപ്പൊ പറയാം. ചോദ്യം ചോദിക്കുകയാണ്. ഒരു സിനിമയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആണ്, പല ക്ലൂ ആയിട്ട് വരും. നിങ്ങൾക്ക് ഏതാണ് സിനിമ എന്ന് കണ്ടുപിടിക്കാം. അതേ പേരുള്ള സ്വന്തം കഥയെ ആസ്പദമാക്കി ഈ സംവിധായകൻ 70കളുടെ അവസാനം എടുത്ത സിനിമ. 80കളുടെ അവസാനം എടുത്ത സിനിമ. മലയാളത്തിലെ ഒരു പ്രമുഖ നടന്റെ ആദ്യത്തെ സിനിമ കൂടിയാണിത്. നായകനും രൂപസാദൃശ്യമുള്ളവർ. നായകനും പ്രതിനായകനും രൂപസാദൃശ്യമുള്ളവർ. ഇതിൽ ഏറ്റവും വലിയ ക്ലൂ ഇതാണ്. നായകനും രൂപസാദൃശ്യമുള്ളവർ. എന്നാൽ നായകനാൽ കൊല്ലപ്പെടുന്ന പ്രതിനായകൻ. പക്ഷെ കൊല്ലപ്പെടുന്നത് നായകനാണെന്ന് കരുതി നായകന്റെ വീട്ടുകാർ അന്ത്യക്രിയകൾ ചെയ്യുന്നു. സിനിമ ഇത് മലയാളത്തിലൊരു കൾട്ട് ക്ലാസിക് ആണ്. അജിത് വല്ലോളി അപരൻ, അജിത് രാജ് അപരൻ, ബ്രീസ നിഷാദ് അപരൻ, ദീപിക അജിത് അപരൻ, ദീപിക അജിത്ത്, ജി സ്കൈതരം അപരൻ, ജിഷ അപരൻ, പവിത്രോണി അപരൻ, റംഷീന നാസർ. സോറി, ഞാൻ അന്ന് ജനിച്ചിട്ടില്ല. റംഷീന ഞാനൊക്കെ ഒരു സമയത്ത് ജനിച്ചത് തോന്നുന്നു. ജി സ്കൈതരം പത്മരാജന്റെ അപരൻ, ഫർസാന നഫൽ ഞാനും, ദിവ്യ ശ്രീകുമാർ അപരൻ. അനിയത്തി പ്രാവിനെ കുറിച്ച് ചോദിക്കും അല്ലേ പവിത്രോണി? റംഷീന റംഷീനയും ഫർസാനയും 90s കിഡ്സാ, മില്ലേനിയൽസാ? ഉത്തരം അപരനാണ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഉത്തരം പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അജിത് വല്ലോളിയുടെ ഉത്തരമാണ് എനിക്ക് കിട്ടിയത് ആദ്യം. അജിത് വല്ലോളിക്ക് 2 പോയിന്റായി. ജയശ്രീ 3 പോയിന്റായി ലീഡ് ചെയ്യുന്നു. അജിത് രാജ് 2, ഷിജു ജോൺ ജോബു 2, അജിത് വല്ലോളി 2, ബ്രീസ 1 പോയിന്റ്. ഇനി ഒരു ഡയലോഗ് പറയാം. ആ ഡയലോഗ് പറയുന്ന കഥാപാത്രത്തിന്റെ പേര് പറയണം. ഒരു ഡയലോഗ് പറയാം. അതില് ആ ഡയലോഗ് പറയുന്ന കഥാപാത്രത്തിന്റെ പേരാണ് പവിത്രയ്ക്ക് 4 വയസ്സ് എന്ന് ഏപ്രിലാണ്. ആ നിലവിളി ശബ്ദം ഇടോ. അഞ്ച് പേരേ ഉള്ളൂ ആക്ച്വലി പോയിന്റ് ടേബിളില്. ഒരു 6ഉം 7ഉം പേരൊക്കെ വരട്ടെ. ചോദ്യം ചോദിച്ചു കഴിഞ്ഞു, ഉത്തരം വരട്ടെ. സജീഷ് കൈതാരം വേറെയുള്ള മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. വള്ളോളി വെള്ളമൂന്നി ഇവിടുന്ന് പോണം. അത് നല്ലതാണ്. ജിഷ റിജോ ജഗതി പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന ചോദ്യം സിനിമാ നടന്റെ പേരല്ല, കഥാപാത്രത്തിന്റെ പേരാണ്. പവിത്രമണി മിന്നാരം പറഞ്ഞിട്ടുണ്ട്. സിനിമയല്ല. അജിത് വല്ലോളി ഉണ്ടുണ്ണി. ആരാ ഉണ്ടത്? അജിത് രാജ് ഉണ്ണുണ്ണി, ജയശ്രീ ജോൺ ഉണ്ണുണ്ണി. ജീസ് കായത്തിന് ഉത്തരം കിട്ടിയില്ല. നെറ്റ് എങ്ങാനും സ്ലോ ആണെന്ന് നോക്കുവോ? ജയശ്രീ ഉണ്ണുണ്ണി. ജീസ് കായത്തിന് ക്വസ്റ്റ്യൻ കിട്ടിയില്ല. ബ്രീസ നിഷാദ് പേരോർമ്മ. ഓക്കെ. ഫർസാന ഉണ്ണുണ്ണി. ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ഉത്തരം ഉണ്ണുണ്ണിയാണ്. അജിത് വല്ലോളി ടൈപ്പോ ആണ്. ടൈപ്പോ ആണെങ്കിൽ ക്ഷമിച്ചു കൊടുക്കാം അല്ലേ? അജിത് രാജിന് എതിർപ്പുണ്ടോ? അജിത് രാജ് ഉണ്ണുണ്ണി കറക്റ്റ് പറഞ്ഞു.
അജിത് വള്ളോളി ആദ്യം ടൈപ്പ് ആണെന്ന് പറയുന്നു. ഉണ്ടുണ്ണി പറഞ്ഞു. ഈ പോയിന്റ് അജിത് വള്ളോളിക്ക് കൊടുത്തോട്ടെ. വള്ളോളിക്കും കൂടി കൊടുക്കൂ. വള്ളോളിക്ക് കൊടുക്കാം. മിസ്റ്റർ താങ്കൾ ഞങ്ങൾ ജനിച്ചതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രംഷിന, ഇതൊക്കെ ഉള്ള സമയത്ത് ഞാൻ ജനിച്ചിട്ടുണ്ടോ അറിയില്ല. അടുത്ത ചോദ്യം ചോദിക്കാൻ. 5 സിനിമാ താരങ്ങളുടെ പേര് പറയാം. അതില് ഇവരുടെ ആദ്യത്തെ സിനിമയുടെ ക്രമത്തില് 3ാമത് വരുന്ന ആളാരെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതായത് ആദ്യത്തെ സിനിമ 5 സിനിമാ താരങ്ങളുടെ പേര് പറയും. അതില് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഈ ഓർഡറിൽ 3ാമത് വരുന്ന ആളാരാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ചോദ്യം ഇതാണ്. രാഘവൻ, മധു, സുരേഷ് ഗോപി, ഷീല, കുഞ്ചൻ. രാഘവൻ, മധു, സുരേഷ് ഗോപി, ഷീല, കുഞ്ചൻ. ഇതിൽ അരങ്ങേറ്റത്തിന്റെ ക്രമത്തിൽ 3ാമത് വരുന്ന നടൻ ആരാണെന്ന് പറയണം, അല്ലെങ്കിൽ സിനിമാ താരം ആരാണെന്ന് പറയണം. എന്നാ പിന്നെ 3ാമത് പറഞ്ഞ എനിക്കും കൂടി. ജയശ്രീ. ജയശ്രീ ജോൺ, സുരേഷ് ഗോപി, അജിത് വള്ളോളി, ഷീല, രംഷീന നാസർ. ഉത്തരമില്ല. നെട്ടിയതാണ്. ജിഷ രാഘവൻ, റീസ കുഞ്ചൻ, അജിത് രാജ് കുഞ്ചൻ. പത്രാണി ഉത്തരമില്ലാത്തതുകൊണ്ടാണോ അതോ വെറുതെ നോക്കിയിരിക്കാം? നല്ല ക്വസ്റ്റ്യൻ, നോക്കട്ടെ ആര് പറയുന്നു. സജ്ജന അബ്ദുള്ള രാഘവൻ. സജ്ജനെ ഞാനിവിടെ ആദ്യമായിട്ട് കാണാൻ തോന്നുന്നു. അജിത് രാജ് ബാലതാരം. ഉത്തരങ്ങൾ അധികം പോരുന്നില്ലല്ലോ. 5 ആളുടെ പേര് പറഞ്ഞില്ലേ? ഉത്തരം പറയാണ്. ഉത്തരം ആക്ച്വലി സുരേഷ് ഗോപിയാണ്. ബാലതാരമായിട്ട് ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ 1965 സുരേഷ് ഗോപിയുടെ ആദ്യത്തെ സിനിമ ഉണ്ടായിരുന്നു. ചോദ്യം ഒന്നും കൂടി പറയാനല്ലേ? ഓക്കെ. ആക്ച്വലി 5 സിനിമാ താരങ്ങളുടെ പേരാണ്. അതില് അവരുടെ ആദ്യത്തെ സിനിമയുടെ ഓർഡറിൽ വെക്കുമ്പോൾ 3ാമത് അരങ്ങേറ്റം കുറിച്ച ആളാരാണെന്നാണ് ചോദ്യം. ഞാൻ ചോദിച്ച ചോദ്യത്തിലുള്ള ആളുകൾ രാഘവൻ, മധു, സുരേഷ് ഗോപി, ഷീല, കുഞ്ചൻ. ഉത്തരം സുരേഷ് ഗോപിയാണ്. ഷീല 62-ലും, മധു 63-ലും, സുരേഷ് ഗോപി 65-ലും, രാഘവൻ 68-ലും, കുഞ്ചൻ 69-ലുമാണ് ആദ്യത്തെ സിനിമകൾ ചെയ്തത്. ഇനി ഒരു ഡയലോഗാണ്. ഈ ഡയലോഗ് പറഞ്ഞ കഥാപാത്രത്തിന്റെ പേര് പറയണം. കഥാപാത്രത്തിന്റെ പേരാണ്, സിനിമയല്ല. ബിന്ദു രാജേഷ്. വളരെ നല്ലതാണ്. കൂട്ടത്തിൽ സ്ത്രീയായിട്ട് ഷീലയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഷീലയുടെ കൂടെ. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഈ ഡയലോഗ് പറഞ്ഞ കഥാപാത്രം ആര്? എന്നാ ഞാൻ ഇനി സത്യം പറയട്ടെ. ജയശ്രീ സത്യമല്ലാതെ എന്തെങ്കിലും പറയാറുണ്ടോ? ഞാൻ ആരാന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. എനിക്ക് പോയിന്റ് തന്നിട്ട് അടുത്ത ചോദ്യം ചോദിച്ചാൽ മതി. പോയിന്റ് തന്നു. 4 പോയിന്റായി. ജയശ്രീക്ക് 4 പോയിന്റ്, അജിത് രാജ് 2 പോയിന്റ്, ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ബ്രീസിക്ക് ഇപ്പോഴും 1 പോയിന്റ്, ഷിജു ജോണിന് 2 പോയിന്റ്, അജിത് വള്ളോളിക്ക് 3 പോയിന്റ്,
അജിത് വല്ലോളി ഷൺമുഖൻ, പവിത്ര ഉണ്ണി കീലേരി വെച്ചു, വളരെ അടിപൊളി. സജന അബ്ദുള്ള ശ്രീനിവാസൻ, ഞാൻ ആദ്യം പറഞ്ഞു കഥാപാത്രത്തിന്റെ പേരാണ്, നടന്റെ പേരല്ല. ജിഷ റിജോ ഷൺമുഖൻ. സിനിമാ നടന്റെ പേര് ചോദിക്കാത്ത കഥാപാത്രത്തിന്റെ പേര് ചോദിക്കുന്നത് എന്താണെന്നല്ല, ആളുകൾക്ക് ടൈപ്പ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ്. മറ്റേത് പെട്ടെന്ന് ശ്രീനിവാസൻ ഉത്തരം പറഞ്ഞു പോകില്ലേ. ജിസ് കൈതാരം ഷൺമുഖൻ. അജിത് വല്ലോളി ഇപ്പൊ 4 പോയിന്റ് ആവും. ഇതുവരെ ലൈക്ക് അടിക്കാത്ത വല്ലോളി ഫാൻസ് ആരെങ്കിലും ഉണ്ടോ? ഞാൻ ലൈക്ക് അടിച്ചില്ല ഏട്ടാ. വെള്ളമാണ്, വെള്ളം. ആക്ച്വലി രാവിലെ ഒരു 1000 കലോറി കത്തിച്ചതാണ്. വെള്ളം കുടിച്ചിട്ട് റീപ്ലേനിഷ് ചെയ്യണം. അജിത് രാജ് പോയിന്റ് പൊട്ടിത്തെറിച്ച് പോട്ടെ. റംഷീന, അജിത് വല്ലോളി മേലിൽ ലൈവിൽ കണ്ടുപോകൽ. ഉത്തരം ഹിസ് മാസ്റ്റർ അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ. ആക്ച്വലി എന്റെ ചുറ്റും വെള്ളത്തിന് 3-4 ബോട്ടിലുണ്ടേ. വെള്ളം നല്ലോണം കുടിക്കുന്നത്. ഇവിടെ 46 ഡിഗ്രി ആയിട്ടാണ് ടെമ്പറേച്ചർ. എന്താണ് ഏറ്റവും അങ്ങനെ ഒരു കൂട്ടം എങ്ങനെ? ഓക്കെ. ഉത്തരം ഷൺമുഖൻ ആണ്. ഉത്തരം പറഞ്ഞ ആദ്യം അജിത് വല്ലോളി. അജിത് വല്ലോളിക്ക് 1 പോയിന്റ്. സജന അബ്ദുള്ള, ഷൺമുഖൻ, മേഘം. ഉത്തരം ശരിയാണ്, പക്ഷെ ഫസ്റ്റ് പറഞ്ഞത് അജിത് വല്ലോളിയാണ്. അപ്പോ അജിത് വല്ലോളിക്ക് 4 പോയിന്റ്, ജയശ്രീക്ക് 4 പോയിന്റ്, ഷിജുവിനും അജിത്തിനും ഓരോരോ പോയിന്റ്. ഒറ്റ മനുഷ്യന് ലൈക്ക് അടിക്കുന്നില്ല, അതാണ് കാര്യം. വെറുതെ ആളെ സങ്കടപ്പെടുത്തണ്ട. ഇനിയൊരു റംഷീനാണ് പറഞ്ഞത് ഞങ്ങളുടെ കാലത്തിന് ശേഷം വന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ. പക്ഷെ ഈ ഡയലോഗ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു കഥാപാത്രം പറയുന്ന ഡയലോഗാണ്. ഈ ഡയലോഗ് പറയുന്നത് ആരോടാണ് എന്നാണ് ചോദ്യം. ജോണി, ഒരു കഥാപാത്രം പറയുന്ന ഡയലോഗാണ്. ഇത് ആരോട് പറയുന്നു എന്നുള്ളതാണ് ചോദ്യം. ജോണി, സ്റ്റോപ്പ് ഇറ്റ്. ബ്ലഡി റാസ്കൽ, നീ മാത്രം കഴിച്ചാൽ മതിയോ? ആരാണ് ജോണി എന്നാണ് ചോദ്യം. ജോണി, സ്റ്റോപ്പ് ഇറ്റ്. ബ്ലഡി റാസ്കൽ, നീ മാത്രം കഴിച്ചാൽ മതിയോ? ആരാണ് ജോണി? എന്റെ പൊന്നു അജിത് രാജേ, ജോണിയോടാണെന്ന് ചോദ്യത്തിലുണ്ട്. അത് ആരാണ് ജോണി? അജിത് രാജും ബ്രീസയും ജോണി എന്ന് പറഞ്ഞു. ജോസ് പ്രകാശ് മുതലയോട് അജിത് വല്ലോളി പറഞ്ഞു. അജിത് രാജ്, പിന്നെ മുതല, ജീസ് കൈതാരം മുതല, സജന പട്ടി, ജിഷ റിജു മുതല കുഞ്ഞുങ്ങൾ. സോറി, ഞാനന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല, എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ CBSE സിലബസ് ആണെന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു റംഷീന. അല്ലെങ്കിൽ ഞാൻ സ്റ്റേറ്റ് സിലബസ് ആണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ജോണിക്ക് പോയിന്റ് വേണമെന്ന് വെച്ചിട്ട്. ജയശ്രീ, ഇതെന്താ സിഗരറ്റ് ആണോ? വെറൈറ്റി ആയി. മുതല പെറ്റ് പവിത്ര. ചോദ്യം ആരോട് എന്നായിരുന്നു അജിത്ത്? ഞാൻ പറഞ്ഞു ചോദ്യത്തിലുണ്ട് ജോണി. ജോണി ആരാണെന്നാണ് ചോദ്യം. റംസീന നാസർ, എന്നാണ് ക്ലാസ്സിൽ പോയത്? അജിത് വല്ലോളി വള്ളവനാടാണോ? എല്ലാരും മുതല പറഞ്ഞപ്പോൾ ഞാൻ വെറൈറ്റി ആക്കിയതാ. സജന, ഇത് ചില ദിവസം ഞാനിതുപോലെ വെറൈറ്റി ആക്കാറുണ്ട്. അപ്പൊ എല്ലാരും പറഞ്ഞ സ്ഥിതിക്ക് ഉത്തരം അജിത് വല്ലോളി ആദ്യം പറഞ്ഞു. മുതല കുഞ്ഞുങ്ങൾ, മുതല. അജിത് വല്ലോളിക്ക് 5 പോയിന്റായി. ജയശ്രീ എവിടെ പോയി?
പോയിന്റ് അധികം ആയതുകൊണ്ട് നിർത്തിയതാണോ? നമ്മുടെ ഷിജു ജോബു ആദ്യം ഉത്തരം പറഞ്ഞിട്ട് പിന്നെ മിണ്ടുന്നില്ലല്ലോ, പോയോ? ഇനി ഒരു ഡയലോഗ് പറയാം, അതിലൊരു വേർഡ് ഞാൻ പറയില്ല, അതെന്താന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളയ്ക്കാൻ കൊല്ലന് ചന്തു എന്താണ് കൊടുത്തത്? ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളയ്ക്കാൻ കൊല്ലന് ചന്തു എന്താണ് കൊടുത്തത്? ജയശ്രീ ജോൺ, ഞാൻ വള്ളുനാട് എന്നൊക്കെ ക്രിസ്മസ് ചോദിക്കുന്നത്, എന്നെ പറ്റി പറഞ്ഞു കൊടുക്കൂ. തൊഴിലൊളി 16 പൊൻപണം, ജീസ് പൊൻപണം, സജന അബ്ദുള്ള പൊൻപണം, ജയശ്രീ ജോൺ, ചന്തു, ബിന്ദു രാജേഷ് പൊൻപണം, ജയശ്രീ ജോൺ പൊൻപണം ഇപ്പൊ പറഞ്ഞു. 16 പണം. പവിത്ര ബിരിയാണി കറക്റ്റ്. എന്താണ് എന്നാ ചോദിച്ചത്? എന്താണ് എന്നുള്ളതിന് ഉത്തരമാണ് വേണ്ടത് സജ്ജന അബ്ദുള്ള. എത്ര എന്ന് ചോദിച്ചില്ല, എത്ര എന്നുള്ളതും കൂടി കൂട്ടിയാലാണ് എന്താണ് കൊടുത്തതെന്ന് ആവുള്ളൂ. ആക്ച്വലി ഈ ഡയലോഗ് ഞാൻ 2-3 തവണ ആവർത്തിച്ച് കേട്ടെ. അപ്പോ പലരും പറഞ്ഞ ഉത്തരമായി എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. പക്ഷെ ആവർത്തിച്ച് കേട്ടപ്പോഴാണ് പറഞ്ഞത് ആ ഉത്തരത്തിൽ ചെറിയൊരു കുഴപ്പമുണ്ട്, ഒരു കോൺട്രവേഴ്ഷ്യൽ ആണ്. ആക്ച്വലി 16 പണം കൊടുത്തു എന്നാണ് ചന്തു പറയുന്നത്, 16 പൊൻപണം കൊടുത്തു എന്നല്ല. സുമാ ജയമോഹൻ 16 പണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അജിത് രാജ് 16 പണം എന്ന് ആദ്യം പറഞ്ഞു. ഈ പോയിന്റ് ഞാൻ അജിത് രാജിനാണ് കൊടുക്കുന്നത്. പൊൻപണം അല്ല, പണമായിരുന്നു. 16 പണം. അത് പറഞ്ഞാൽ ഈടി വരും സജ്ജന അബ്ദുള്ള. അതിന് മാത്രം പണം ഉണ്ടോ കയ്യില്? എന്നപ്പയക്കാം. എത്ര കൊടുത്തൊന്നും ഉറപ്പില്ലല്ലോ, ചിലപ്പോ ചന്ത് പറ്റിച്ച് കാണും. 16 പണമാണ് ആക്ച്വലി. പോയിന്റ് ഞാൻ ഇതിലെ അജിത് രാജിന് കൊടുക്കുകയാണ്. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? MD എഴുതിയ ഡയലോഗ് ആര് പറഞ്ഞു അവർക്ക് കൊടുക്കാം, അതിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ ചോദിച്ചു. ഞാൻ കറക്റ്റ്. അജിത്തിന് പോയിന്റ് കിട്ടുന്നോണ്ടുള്ള കുനിഷ്ടൊന്നും അല്ലല്ലോ അല്ലേ? അജിത് രാജിന് ഇതിന് പോയിന്റ് കൊടുത്തേ. ഇനി വളരെ സിമ്പിളായിട്ട് ഒരു ചോദ്യം ചോദിക്കാം, വളരെ സിമ്പിളായിട്ട് ചോദിക്കാം. പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ എല്ലാവർക്കും അവസരം തരികയാണ്. 16 പണം എതിർപ്പുണ്ട്. 16 പണം പറഞ്ഞയാൾക്ക് പോയിന്റ് കൊടുക്കുന്നു. 16 പണം പറഞ്ഞ ആൾക്കാണ് പോയിന്റ് കൊടുത്തുള്ളത് അജിത് രാജ്. അജിത് രാജിന് 3 പോയിന്റ്, ജയശ്രീക്ക് 4 പോയിന്റ്, അജിത് വള്ളോളിക്ക് 5 പോയിന്റ്. എല്ലാം അജിത് രാജിന് കൊടുത്തേക്ക്. പൊൻപണം ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നേക്ക്. പൊൻപണം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ പണിയൊക്കെ കിട്ടിയിട്ട് നാട്ടിലെത്തിയിരുന്നു. സില്ലി മൈക്കിൾ ലേറ്റായി ചേച്ചി, ലേറ്റാണ്. അടുത്ത ചോദ്യം ചോദിക്കുകയാണേ. നിങ്ങള് ഭയങ്കരമായിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. മൈ ഫോൺ നമ്പർ ഈസ് ഇതിന് ബാക്കി പറയാം. മൈ ഫോൺ നമ്പർ ഈസ് റംഷീന പറയുന്നു, ഞങ്ങൾ കേട്ടിട്ടുള്ളത് പൊൻപണമാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ചന്തു പാവം തേപ്പ് കിട്ടിയോണ്ട് പൊന്നും മാറ്റി കാണും.
ഇല്ലല്ല, ചന്തു കറക്റ്റാണ് പറഞ്ഞത്. ചന്തു 16 പണം തന്നെയാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ കേട്ട് തെറ്റിയായിരിക്കും. അജിത് വള്ളോളി അജിത് രാജൻ 2255 പറഞ്ഞപ്പോൾ സജന വെറൈറ്റി പിടിച്ചിട്ട് 2266 ആക്കിയിട്ടുണ്ട്. സിൽവി മൈക്കിൾ 2256 പോയി. റംഷീന 2255, ജയശ്രീ 2255, ചീസ് കൈതരൻ 2255, ബ്രീസയും വെറൈറ്റി തോന്നുന്നു 2266, ദിവ്യ ശ്രീകുമാർ 2255, സിന്ധു ഭാരതി 2255. സിന്ധു ഭാരതി ഞാൻ ആദ്യം കാണുന്നു ഇവിടെ. ബിന്ദു രാജേഷ് 2255, സിൽവി മൈക്കൽ 2255, തൊയ്ബ് കാടങ്ങാട് നേരത്തെ ഇല്ല, ബിരിയാണിക്ക് അരി ഇട്ടിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യാം, അരമണിക്കൂർ മുന്നേ പുറപ്പെടുന്നു. അരമണിക്കൂർ മുന്നേ പുറപ്പെടേണ്ടി വരും. ആ നമ്പറൊക്കെ എഴുതിയല്ലോ ജീസ് കൈതരം. അജിത് വള്ളോളി 2255, ബിന്ദു രാജേഷ് 2255 എഴുതി കൊടുത്തു. ആക്ച്വലി നിങ്ങൾ എഴുതിയ ഉത്തരമൊക്കെ ശരിയാണ്, പക്ഷെ ഇത് ഡയലോഗ് അല്ലേ. ബിന്ദു രാജേഷ് 2255 ടൈപ്പ് ചെയ്തത്. $22.55 എന്നല്ലാണ്ട് 2255 ടൈപ്പ് ചെയ്തത് ബിന്ദു രാജേഷ് ആണ്. എന്റെ അഭിപ്രായത്തിൽ ഈ പോയിന്റ് ബിന്ദു രാജേഷിന് കൊടുക്കണം. ജയശ്രീ ഇല്ലാത്ത ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്താണ്? ജിപേ ഉണ്ട് പ്ലീസ്. ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിൽ ദിവ്യ. ചിക്കൻ ബിരിയാണി അങ്ങനെ ഏത് ബിരിയാണിയായാലും നമ്മൾ കഴിക്കും, വിളിച്ചാൽ മാത്രം മതി. എനി ഒബ്ജക്ഷൻസ്? സിൽവി മൈക്കിളിന്റെ ടൈപ്പിംഗ് മാറിപ്പോയി, അത് സാരില്ല. പക്ഷെ 225 വന്നതിന് ശേഷം 6 അല്ലേ വന്നത്? ബിന്ദു രാജേഷ്, എന്റെ അഭിപ്രായം അത് തന്നെ. എനിബഡി, എനി ഒബ്ജക്ഷൻ? ബിന്ദുവിന് കൊടുക്കുക, അവള് നമ്മളുടെ കുട്ടിയാണ്. അത് ചെന്ന് പള്ളി പറഞ്ഞാൽ മതി. ആരോടാ ജയശ്രീ? കൊടുക്കരുത്, മര്യാദക്ക് വള്ളോളിക്ക് പോയിന്റ് കൊടുക്കുക. ഞാനീ ഈ ചോദ്യത്തിൽ മാത്രം ജയശ്രീ ഇത് അഭിപ്രായം പറയണ്ട. എനിക്ക് ആക്ച്വലി ബിന്ദുവിന് കൊടുക്കുന്നതാണ് ന്യായം. നമ്മള് ആക്ച്വലി ഫുൾ നെയിം ഒക്കെ പറയണമെന്ന് പറയില്ലേ, അതേപോലെ ബിന്ദു ടൈപ്പ് ചെയ്യാൻ സമയം എടുത്തില്ലേ? ബിന്ദുവിനോട് വേണമെങ്കിൽ 2255 ചെയ്യായിരുന്നല്ലോ. അജിത്രാജ്, ഞാൻ ഉദ്ദേശിച്ചത് ഡബിൾ ടൈപ്പ് ചെയ്യാന്നാണെങ്കിൽ, പക്ഷെ സിമ്പിൾ സാധനമാണ്, പെട്ടെന്ന് ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അക്കങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. പറയൂ, എനി ഒബ്ജക്ഷൻ? രാജസ്ഥാനിൽ ഡൽഹിക്ക് വരാൻ പറ്റുമെങ്കിൽ പോന്നുള്ളൂ. ഇവിടുന്നൊരു 10 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. മോഹൻലാൽ കലണ്ടറിൽ എഴുതിയിടുന്നത് 2255 എന്നാണെന്നാണ് ജയശ്രീ പറയുന്നത്. മോഹൻലാൽ 2255 എഴുതിയിടുന്നതിന് മുമ്പ് ഡയലോഗ് പറയുന്നുണ്ട്. അത് ഭീഷണിയുടെ സ്വരത്തിലൊക്കെ അജിത് വള്ളോളി പറയുന്നത്. അതോ അന്ത്യം ഞാൻ തീരുമാനിക്കണം. ഞാൻ ബിന്ദുവിന് പോയിന്റ് കൊടുക്കാണ്, പാവല്ലേ. ഇനി അടുത്ത ഡയലോഗ്, അടുത്ത ചോദ്യം ചോദിക്കാണ്. പോയിന്റിനെ ഒന്ന് പറയാം. ആക്ച്വലി അജിത്തിന് 5 പോയിന്റ്, ജയശ്രീക്ക് 4 പോയിന്റ്, അജിത് രാജിന് 3 പോയിന്റ്, ബ്രീസ 1 പോയിന്റ്, ഷിജു ജോബുന് 2 പോയിന്റ്, ബിന്ദുവിന് 1 പോയിന്റ്. 16 ചോദ്യമായി. റംഷീന, അക്കങ്ങളായ എന്താ പ്രശ്നം എന്നല്ല. ഇനി ഈ കാര്യത്തിൽ ബിന്ദു എന്താ പറയാനുള്ളത്? എന്തായാലും ബിന്ദുവിനൊരു പോയിന്റ് കൊടുക്കാം. അജിത്തിന് ഒബ്ജക്ഷൻ ഉണ്ടാവില്ല എന്ന് നോക്കിയത്. അടുത്ത തേങ്ങ ഉടക്കി സ്വാമി, എന്റെ പൊന്നോ. എന്റെ കറക്റ്റ് ചോദ്യം തന്നെ അവിടെ നിന്നാണ് വരുന്നത്. അളിയൻ ഇനി ഈ വീട്ടിൽ അലുവ കൊണ്ടുവരരുത്.
അളിയന്റെ പേരെന്ത്? അളിയൻ ഇനി ഈ വീട്ടിൽ അലുവ കൊണ്ടുവരരുത്. അളിയന്റെ പേരെന്ത്? വിൻസെന്റ് ഗോമസിന്റെ നമ്പറൊക്കെ മാറ്റിയെന്ന് ജീസ് കൈതരം പറഞ്ഞു. വിൻസെന്റ് ഗോമസ് എവിടെ? വെടിയുണ്ട് ഇതായില്ലേ? അളിയൻ ഇനി വീട്ടിൽ അലുവ കൊണ്ടുവരരുത്. അളിയന്റെ പേരെന്ത്? റംഷീന നാസർ എത്ര തവണ ഞാൻ പറഞ്ഞു. ജഗതി എന്താ പറയാ, കഥാപാത്രത്തിന്റെ പേരാണ് ചോദിക്കുന്നത്, സിനിമ നടന്റെ പേര്. ജയശ്രീ ജോൺ സുഗതം പറഞ്ഞു, അജിത് വള്ളോളി സുഗുതൻ പറഞ്ഞു, ത്വയ്ബ് കടങ്ങോട് വെറൈറ്റി പിടിച്ച് ദശമൂലം ദാമു നോക്കിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് പണി കൊടുക്കാം. പവിത്ര ആരോടാണ് ഇത്? അജിത് രാജ് സുഗതൻ, പവിത്ര ഉണ്ണി മിഥുനും സുഗതൻ. കഥാപാത്രത്തിന്റെ പേര് മാത്രം മതി, സിനിമ ഒന്നും വേണ്ട. ലക്ഷ്മി പ്രഭായിസ് രാജൻ, അജിത് ജീസ് കൈതരം വള്ളോളി. വള്ളോളിക്ക് എന്തുപറ്റി? അജിത് വള്ളോളി ആദ്യം സുഗതം പറഞ്ഞു, പിന്നെ ടൈപ്പ് കറക്റ്റ് ആക്കിയിട്ട് വീണ്ടും സുഗതം പറഞ്ഞിട്ടുണ്ട്. ഉത്തരം അനൗൺസ് ചെയ്യാം. ഉത്തരം സുഗതനാണ്. ആദ്യം പറഞ്ഞത് ആക്ച്വലി ജയശ്രീയാണ്. ടൈപ്പ് ആണെങ്കിൽ ഉത്തരം തരുക, ആൻസർ പോയിന്റ് എഴുതായിരുന്നു. പക്ഷെ ആദ്യത്തെ ഉത്തരം വന്നത് ജയശ്രീയുടെയാണ്. ജയശ്രീയും അജിത് വള്ളോളിയും ഇപ്പോ തുല്യശക്തികളായിട്ടുണ്ട്. കുറേ അധികം ഈ ജഗതിയുടെ പേര് ഞാൻ ഒരിക്കലും മാറ്റി പറയില്ല എന്ന് റംഷീന. ഇനി റംഷീന ചോദിച്ചതുപോലത്തെ ഒരു ചോദ്യം ചോദിക്കാം. പറഞ്ഞതുപോലെ റംഷീനെ ജനിച്ചതിന് ശേഷമുള്ള ചോദ്യം. ജയശ്രീക്ക് പോയിന്റ് കൊടുത്തു പവിത്ര. സേതു അടുത്ത ചോദ്യം ചോദിക്കുകയാണേ. ഈ ഡയലോഗ് ആരോടാണ് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ചോദിക്കാണ്. സേതുമാധവൻ അന്വേഷിച്ചു എന്നറിഞ്ഞത് കൊണ്ടായിരിക്കും വയറ്റുവേദന. ആരോട് പറഞ്ഞു? സേതുമാധവൻ അന്വേഷിച്ചു എന്നറിഞ്ഞത് കൊണ്ടായിരിക്കും വയറ്റുവേദന. ഞാൻ ജനിച്ചിട്ടേ ഇല്ല, ജനിക്കാനേ പാടില്ലായിരുന്നു റംഷീന. ജയശ്രീയെ ഇനിയും വളരാൻ അനുവദിച്ചു കൂടാ. സേതുമാധവൻ അന്വേഷിച്ചു എന്നറിഞ്ഞത് കൊണ്ടാവും വയറ്റുവേദന. ത്വയ്ബ് കാഞ്ഞോട് എന്നോട് പറഞ്ഞതല്ല, സത്യം. സിൽവി മൈക്കിൾ ഹൈദ്രോസ്, ജീസ് കൈതാരം ഹൈദ്രോസ്, ദിവ്യ ശ്രീകുമാർ ഹൈദ്രോസ്, ബിന്ദു രാജേഷ് പറവൂർ, കൊച്ചിൻ അനീഫ ഹൈദ്രോസ്. നീട്ടി വലിച്ചെഴുതിയിട്ടുണ്ട്. സിൽവി മൈക്കിൾ ആരോടാണ് എന്നറിയില്ല. ആരോടാണെന്നുള്ളതിന്റെ ഉത്തരം പറഞ്ഞതിന് ശേഷം ആരോടാണെന്നറിയില്ല. പവിത്ര ഉണ്ണി സത്യസന്ധൻ. ആരാണ് സത്യസന്ധൻ? ത്വയ്ബ്. ദിവ്യ ശ്രീകുമാർ ആരാണ് ഹൈദ്രോസ്? ഹൈദ്രോസ് കിരീടം വള്ളോളി. ആക്ച്വലി ഉത്തരം ഹൈദ്രോസ് ആണ്. പുതിയ ഒരാൾ പോയിന്റ് ടേബിളിലേക്ക് വന്നു. സിൽവി ചേച്ചിയാണ്. സിൽവി ചേച്ചിക്ക് ഒരു പോയിന്റ്. ഇനി ഒരു 18 ചോദ്യമായി. 2 ചോദ്യത്തിൽ നിർത്തല്ലേ, 1 മണിയായി. അടുത്ത ചോദ്യം. കിരീടം കൊച്ചിൻ അനീഫ. കിരീടത്തിലെ ഡയലോഗ് അല്ല ഇത് ചെങ്കോലയാ. പവിത്ര ഉണ്ണി കിരീടമല്ല സിനിമ, ചെങ്കോലാണ്.
ഏത് നടിയുടെ കൊലപാതക കേസാണ് സേതുരാമയ്യർ അന്വേഷിച്ച് കണ്ടുപിടിച്ചത്? ഏത് നടിയുടെ കൊലപാതക കേസാണ് സേതുരാമയ്യർ അന്വേഷിച്ച് കണ്ടുപിടിച്ചത്? നടിയുടെ പേര്, നടിയുടെ സിനിമയിലെ പേര്. പവിത്രാവണി എന്റെ കോപ്പി അടിച്ചതാണ്. ഏത് നടിയുടെ എന്ന് പറഞ്ഞാല് അന്വേഷണത്തില് സിനിമ നടിയാണ് മരിക്കുന്നത്. ആ നടിയുടെ കൊലപാതക കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചത് ആര്? ഏത് കൊലപാതകമാണ്? ഏത് നടിയാണ് അതിൽ? സിനിമയിലെ നടിയുടെ പേര്. റംസീന, ലിസി, ജയശ്രീ, ലിസി ഓമന, സിൽവിയെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ദിവ്യ ശ്രീകുമാർ അശ്വതി, ബിന്ദു രാജേഷ് ബർവൂർ പാർവതി, പവിത്ര ഉണ്ണി അശ്വതി, സജന അബ്ദുള്ള പാർവതി, ജീസ് കൈതരം അശ്വതി, അജിത് രാജ് അശ്വതി, ശോഭെ, സിൽവി ശോഭെ, ജയശ്രീ ജോൺ. അത് ജാഗ്രത. അതിനു മുമ്പേ മറ്റേത് അന്വേഷിച്ചിരുന്നു. ബാക്കി വരാം. സജന അബ്ദുള്ള അശ്വതി, അജിത് വല്ലോളി അശ്വതി, സിൽവി മൈക്കിൾ ശോഭെ. ഞാനൊരു വികാര ജീവിയാണ്. ഈ ഡയലോഗ് ഞാൻ ആദ്യം ചോദ്യമിട്ടിട്ട് ഒഴിവാക്കിയതാണ്. വികാര ജീവിയാണ്. ഉത്തരം അശ്വതിയാണ്. സിനിമാ നടി അശ്വതിയാണ്. ലിസി ഓമന സിനിമാ നടി അല്ലല്ലോ. ഓമന സിനിമാ നടിയല്ല. CBI ഡയറക്ടർ ഗ്രൂപ്പിലെ ഓമന സിനിമാ നടിയല്ല. ജാഗ്രതയിലെ അശ്വതിയാണ് സിനിമാ നടി. ഇതിന്റെ പോയിന്റ് ദിവ്യ ശ്രീകുമാറിന് കൊടുക്കുന്നു. ഇനി ലാസ്റ്റ് ചോദ്യം ചോദിക്കാം അല്ലേ? ലാസ്റ്റ് ചോദ്യം ആകട്ടെ. 19 ചോദ്യമായിന്ന്. ആക്ച്വലി ഞാൻ 5 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് 5 എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. പലരുടെയും നേരം പോകുന്നുണ്ടായിരിക്കാം. ഈ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നിർത്താം. അതിന് മുമ്പേ പോയിന്റിൽ ഒന്ന് പറയാം. അജിത് പള്ളോളി 5 പോയിന്റ്, ജയശ്രീ 5 പോയിന്റ്, അജിത് രാജ് 3 പോയിന്റ്, ഷിബു 2 പോയിന്റ്, ബ്രീസ 1 പോയിന്റ്, ബിന്ദു രാജേഷ് ബർവൂർ, സിൽവി, ദിവ്യ ശ്രീകുമാർ എല്ലാവരും ഓരോരോ പോയിന്റ്. റംസീന നാസർ അശ്വതി ഏത് നടി എന്ന് ചോദിച്ചു. ഏത് നടി? പാർവതിയുടെ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേരാണ് അശ്വതി. ജാഗ്രതയില്. അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യം. ലാസ്റ്റ് ചോദ്യം ചോദിക്കാണേ. മുതലാളി ജംഗ ജഗജഗ. ആരാണ് മുതലാളി? മുതലാളി ജംഗ ജഗജഗ. ആരാണ് മുതലാളി? മുതലാളിയുടെ പേര്, മുതലാളിയുടെ കഥാപാത്രത്തിന്റെ പേര്. പാർവതിയുടെ ഒറിജിനൽ പേരും അശ്വതി എന്ന് തന്നെയാണെന്ന് പവിത്ര പറഞ്ഞു. അതേ, പാർവതിയുടെ ഒറിജിനൽ പേരും അശ്വതി എന്ന് തന്നെയാണ്. അജിത് രാജ്, രമണൻ, അജിത് വല്ലോളി, ഗംഗാധരൻ, ജയശ്രീ കൊച്ചിൻ അനീഫ, സജന അബ്ദുള്ള കൊച്ചിൻ അനീഫ, റംസീന ഞാനല്ല. അല്ല, ഞാനും അല്ല. ദിവ്യ ശ്രീകുമാർ, ഗംഗാധരൻ, പവിത്ര ഉണ്ണി, ഗംഗാധരൻ, മുതലാളി, സിൽവി മൈക്കിൾ, ജനാർദ്ദൻ. ജനാർദ്ദൻ എവിടെ നിന്നു? അജിത് രാജ് മുതലാളി ആയിരുന്നു. അത് ചോദ്യം കേൾക്കുന്നതിന് മുമ്പ് ഉത്തരം പറഞ്ഞതാണോ അജിത്ത്? അതോ ആദ്യം ടൈപ്പ് ചെയ്താണോ? വീരപ്പൻ കുറുപ്പ്. ഏതാര വീരപ്പൻ കുറുപ്പ്? വീരഭദ്രൻ കുറുപ്പുണ്ടോ? അജിത് രാജ്, രമണൻ പറഞ്ഞു.
ആക്ച്വലി ഞാൻ ഏത് ചോദിക്കണം എന്നുണ്ടായിരുന്നു, ആര് പറഞ്ഞെന്നോ ആരെ പറ്റി പറഞ്ഞു എന്നൊക്കെ ചോദിക്കണം എന്നുണ്ടായിരുന്നു. ലാസ്റ്റ് വെള്ളോളി കൊണ്ടുപോയി ഗൈസ്. താങ്ക്സ് അലോട്ട് വെള്ളോളി. അപ്പോൾ ഉത്തരം ഗംഗാധരനാണ്. ഗംഗാധരൻ മുതലാളി, ലൈവിന്റെ തുടക്കത്തിൽ നിങ്ങളെ കണ്ടപ്പോൾ ഒരു ഗൗരവകുമാർ എന്നാണ് കരുതിയത്, അല്ലാട്ടെ ആരെ ബിന്ദു എന്നെ കുറിച്ചാ പറഞ്ഞത്. ഞാൻ ഗൗരവക്കാരനാണെന്ന് പലരും പറയാറുണ്ട്. വീരപ്പൻ കുറുപ്പിന് മുഖ്യം. വീരപ്പൻ കുറുപ്പ് ആരാ? അപ്പോ നമ്മുടെ കിസിന്റെ സമാപനമായിരിക്കുന്നു. അജിത് രാജും അജിത് വള്ളോളിയും ഇന്ന് പോയിന്റ് നിലയിൽ. ജയശ്രീ രണ്ടാമത് 5 പോയിന്റുമായി. അജിത് വള്ളോളിക്ക് 6 പോയിന്റ്. സമ്മാനം കമ്മിറ്റി തരും. അജിത് വള്ളോളി കമ്മിറ്റി തരും. കമ്മിറ്റിയിലെ ആളുകൾ ജയശ്രീയും പവിത്രയുമാണ്. ലേഖ ജസ്റ്റിനീസ് വാച്ചിൻ പാലക്കാടിന്റെ പൊന്നാമന പുത്രം. 1 പോയിന്റ് തന്നപ്പോ കുമാർ പോയോ അതോ ഗൗരവാണോ പോയോ? അജിത് രാജ്. അപ്പോ ഇന്നത്തെ പരിപാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ. പരിപാടിയിൽ സംബന്ധിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും നന്ദി, എന്റെ പേരിലും കേരള ഫയർഫോഴ്സിന്റെ പേരിലും. അപ്പോ നമുക്ക് നിർത്താം. ആക്ച്വലി ഷിബു ജോബൊക്കെ എവിടെ പോയി ഫസ്റ്റ് വന്നിട്ട്? കേൾക്കുന്നില്ല. പാലക്കാട്ടേക്ക് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കൂ. ജയശ്രീ ജോൺ. കോട്ടയംകാര് ഇപ്പൊ പുറകോട്ട് പോകും. അജിത് വള്ളോളി ഇവർ രണ്ടുപേരും പിടിച്ചോളാം. പോയിന്റ് ജയശ്രീയുടെ കയ്യിൽ നിന്ന് കിട്ടും. ജയശ്രീക്ക് ഇന്ന് 5 പോയിന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ജയശ്രീയുടെ ഭാഗത്ത് തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ ട്രീറ്റ്. എന്നാ ഒത്തൊരു 5 പൈസ ചെലവാക്കരുതേ. അപ്പൊ ശരി, പിന്നെ കാണാം. എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു, എപ്പോഴെങ്കിലും കോള് വരും. നബ്സ് കൈയടിച്ചു. ഇതിന് ഉത്തരമൊന്നും പറഞ്ഞില്ലല്ലോ, കയ്യടി മാത്രമേ ഉള്ളല്ലോ. അപ്പൊ വള്ളോളിക്ക് കൺഗ്രാറ്റ്സ്, ജയസിക്കും കൺഗ്രാറ്റ്സ്, അജിത് രാജ് കൺഗ്രാറ്റ്സ്. അജിത് വള്ളോളി നിങ്ങളെ കാണാൻ ടോവിനെ പോലുണ്ട് എന്ന് ഞാൻ 3 തവണ പറഞ്ഞു. ഞാൻ 2 തവണ കണ്ടോളൂ. 3 തവണ പറയാനാണല്ലോ ഞാൻ പൈസ തന്നത്. നിങ്ങളുടെ നെയിം എന്താ? എന്റെ പേര് വൈശാഖ്. റംസീന മലപ്പുറം അല്ലേ? ഞാനും മലപ്പുറമാണ്. ആക്ച്വലി ഞാൻ എന്നും ഈ കിസ് അവസാനിക്കുന്ന സമയത്ത് പെട്ടെന്ന് നടത്തുന്ന ആള് പെട്ടെന്ന് ലൈവ് ഓഫാക്കി പോവാറുണ്ട്. അപ്പൊ അപ്പോഴേ തോന്നുന്നു എന്തെങ്കിലും പറയാലോ എന്ന് തോന്നാറുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ 5 മിനിറ്റ് എക്സ്ട്രാ എടുത്തതാണ്. ഇത്രയും ലേറ്റായി പറഞ്ഞാൽ മതി. ആപ്സ് ലേറ്റായി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞാൽ മാത്രം മതി. വൈശാഖ് ടോവിനെ അറിയുന്നുണ്ടോ എന്ന് ചീസ് വയ്ക്കുന്നു. ടോവിനെ അറിയാതിരിക്കാനല്ലേ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. മലപ്പുറം തൃശ്ശൂർ ബോർഡർ. റംസീന് മലപ്പുറം തൃശ്ശൂർ ബോർഡർ എടപ്പാള് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ. ചങ്ങരംകുളം. അത് പൊന്നാനിയോ? ചാവക്കാട് പൊന്നാനി. അപ്പൊ അന്ന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറങ്ങാം. റംസീന് മലപ്പുറമാണോ? ഇനിയും വരില്ല ഈ വഴി ആനയും തെളിച്ചുകൊണ്ട് വരാം. നിങ്ങൾ ഫയർഫോഴ്സ് ആണ്. എന്റെ അനിയത്തി ഫയർഫോഴ്സ് അല്ല, എയർഫോഴ്സ്. എടപ്പാളിന് മുമ്പേ മാറഞ്ചേരി ആണെങ്കിൽ അതെന്ത് തൃശ്ശൂർ ബോർഡറാ? എടപ്പാളും കഴിഞ്ഞ് ചങ്ങരകുളം എത്തുമ്പോഴല്ലേ തൃശ്ശൂർ ബോർഡർ വരുന്നുള്ളൂ. ഒരു ചോദ്യം, വൈശാഖ് എയറിൽ നിന്നാണോ ഉത്തരങ്ങൾ പറഞ്ഞത്? അല്ല, ഞാൻ നിലത്താണ്. സിൽവി ചേച്ചി, ഞാൻ നിലത്താണ്. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടൊന്നുണ്ട് കിസ്സൊക്കെ നടത്തുന്നത്. അത് ആക്ച്വലി ഈ പരിപാടി നടക്കുമ്പോൾ എനിക്കൊരു ഉത്തരം പറയുന്നതിനേക്കാളും ഒരു ദിവസം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി.
എന്താ പറയുക പവിത്രോട് പറഞ്ഞു ദിവസം നടത്താൻ. ഇതിൽ എപ്പോഴാണ് ഫ്രീ ടൈം കിട്ടുക ഒരു പ്രത്യേകിച്ച് 12 മണി ആയതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു നമുക്ക് ഡ്യൂട്ടി കോളൊക്കെ വരും, അതുകൊണ്ട് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഈ പരിപാടി നടത്താൻ അവസരം തന്ന പവിത്രയ്ക്കും ജയശ്രീക്കും നന്ദി. എന്നാൽ ശരി, ഞാൻ ആദ്യം സമയം കളയുന്നില്ല, ഇറങ്ങാണ്.